Good morning students. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു കണക്ക് നിങ്ങൾക്ക് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. ആ കണക്ക് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിലെ കണക്കാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ആ കണക്ക് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് കണക്കിലോട്ട് പോവാം, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തേർഡ് വൺ. If x1, x2 and x3, if x1, x2 and x3 are the three variables measured, three variables measured, three variables measured from their means, means with n is equal to 10, sigma x1 square is equal to 90. Next one, sigma x2 square is equal to 40. Next one, sigma x1 x2 is equal to 60. Next, sigma x2 x3 is equal to 60. Next, sigma x1 x3 is equal to 40. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. Calculate the partial correlation coefficient R31 to the base 2 and multiple correlation coefficient multiple correlation coefficient എന്ന് പറയുന്നത് R1 to the base 23. അപ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നും കൂടിയും വായിക്കാം. ഇഫ് x1, x2 ആൻഡ് xn അല്ലേ ആർ ദി മൂന്ന് വേരിയബിൾസ് ആണ് മെഷേർഡ് ഫ്രം ദെയർ മീൻസ് വിത്ത്, അതിൽ n ഈസ് ഈക്വൽ ടു, n എന്ന് പറയുന്നത് 10 ആണ്. പിന്നെ സിഗ്മ x1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 90, സിഗ്മ x2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 40, പിന്നെ സിഗ്മ x1 x2 ഈസ് ഈക്വൽ ടു 60, പിന്നെ സിഗ്മ x2 x3 ഈസ് ഈക്വൽ ടു 60, x1 x3 ഈസ് ഈക്വൽ ടു 40. അതിൽ നിന്ന് നമ്മളോട് പാർഷ്യൽ കോറിലേഷൻ കോയിഫിഷ്യൻറ്റും മൾട്ടിപ്പിൾ കോറിലേഷൻ കോയിഫിഷ്യൻറ്റും ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിൽ നിന്ന് പാർഷ്യൽ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ കോയിഫിഷ്യൻറ്റും ആണ് നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, ഞാൻ പറയാം. ആദ്യം നമുക്ക് R12 ഓരോന്ന് കാണാം. R12, R13, R23 കാണണം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, R12 കാണുന്നു. R12 ഈസ് ഈക്വൽ ടു സിഗ്മ x1 x2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ x1 സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ x2 സ്ക്വയർ. ഇതാണ് സമവാക്യം. R12 കാണാൻ വേണ്ടിയിട്ട് സിഗ്മ x1 x2 റൂട്ട് ഓഫ് സിഗ്മ x1 സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ x2 സ്ക്വയർ, ഇതാണ് സമവാക്യം. അപ്പോൾ x1 x2 നമുക്ക് തന്നിട്ടുണ്ട്. x1 x2 എവിടെയാ? അതെ, x1 x2 is equal to 60 divided by
റൂട്ട് ഓഫ് സിഗ്മ എക്സ് വൺ സ്ക്വയർ, സിഗ്മ എക്സ് വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 90. അപ്പോൾ റൂട്ട് 90 എക്സ് ടു സ്ക്വയർ എത്ര ഇവിടെ തന്നിരിക്കുന്നത് 40. അപ്പോൾ റൂട്ട് 40 60 ഡിവൈഡഡ് ബൈ റൂട്ട് 90 റൂട്ട് 40 വരും. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 60 ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക, നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0.5 ആണ് കിട്ടുക. 0.5 കിട്ടും. നെക്സ്റ്റ് വൺ R13 കാണുമ്പോൾ നമ്മളെങ്ങനെയാണ് എഴുതുക? സിഗ്മ x1 ഇവിടെ x2 R12 ആകുമ്പോൾ x2 ആയിരുന്നു അല്ലേ, 13 ആണ്. അപ്പോൾ സിഗ്മ x1 x3 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ x1 സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എന്താ വരിക x2 അല്ല വരിക x3 സ്ക്വയർ. ഇങ്ങനെയാണ് കാണേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളതിൻ്റെ വാല്യൂ കാണണം. വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കുക. നമുക്കിവിടെ തന്നിരിക്കുന്നത് എത്രയൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കുക. എത്രയാണ് തന്നിരിക്കുന്നത്? x3 സ്ക്വയർ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് നോക്കുക. ആദ്യം നമ്മൾ ഇവിടെ സിഗ്മ x1 xn എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? x1 xn എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത് x1 x3 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 40 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ സിഗ്മ x1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 90, x3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 40. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 90 റൂട്ട് 40 അല്ലേ. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.67 ആണ് വരിക. 0.67 എന്നുള്ളതാണ് നമുക്കതിൻ്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് പറയുന്നത് നെക്സ്റ്റ് ഇപ്പോൾ കാണാനുള്ളത് R23 ആണ് കാണാനുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് കാണാനുള്ളത് R23 ആണ്. R23 എങ്ങനെയാണ് കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. എങ്ങനെയാണ് നമ്മൾ R23 കാണേണ്ടത്? അതേമാതിരി തന്നെ എഴുതൂ. സിഗ്മ x2 x3 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ x2 സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ x3 സ്ക്വയർ അല്ലേ. അപ്പോൾ സിഗ്മ x2 സ്ക്വയർ ഇതെന്ന് പറഞ്ഞാൽ 60 ആണ്. x2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? റൂട്ട് x2 എത്രയുണ്ടായിരുന്നു ഇവിടെ? x2 നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത് എത്രയാണ്? 40 ആണ്. 40 x3 എന്ന് പറയുന്നത് നമ്മൾ എത്ര എഴുതിയിട്ടുണ്ടായിരുന്നു? x3 എന്ന് പറയുന്നത് സിഗ്മ x2 സ്ക്വയർ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് 40 ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ കണക്ക് ചെയ്യുന്നതിന് മുന്നേയായിട്ട് കണക്കിൽ ഒരു ഐറ്റം എഴുതാൻ വേണ്ടിയിട്ട് വിട്ടു പോയിട്ടുണ്ട് കേട്ടോ. സിഗ്മ x1 സ്ക്വയർ 90, സിഗ്മ x2 സ്ക്വയർ എന്ന് പറയുന്നത് 160 ആണ്. 40 അല്ല കേട്ടോ, 160 ആണ് വരുന്നത്. സിഗ്മ x2 സ്ക്വയർ എന്ന് പറയുന്നത് 160 ആണ്. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. പിന്നെ നമുക്കിവിടെ തന്നിരിക്കുന്നത് സിഗ്മ x3 സ്ക്വയർ എന്ന് പറയുന്നത് x3 സ്ക്വയർ എന്ന് പറയുന്നതാണ് 40. സിഗ്മ x3 സ്ക്വയർ എന്ന് പറയുന്നതാണ് 40 കേട്ടോ. പിന്നെ സിഗ്മ x1 x2 എന്ന് പറയുന്നത് 60, x2 x3 എന്ന് പറയുന്നത് 60, x1 x3 എന്ന് പറയുന്നത് 40. അപ്പോൾ ഇത് എഴുതാൻ വേണ്ടി വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അവിടെ ചെയ്തതിൽ തെറ്റുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. പറയാം. ആദ്യം നമ്മൾ R12 ചെയ്യുകയാണ് ചെയ്യുന്നത്. R12 ചെയ്യുമ്പോൾ സിഗ്മ x1 x2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ x1 സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ x2 സ്ക്വയർ. അതിൽ x2 എന്ന് പറയുന്നത് 40 അല്ല വരുന്നത്, x2 എന്ന് പറയുന്നത് 160 ആണ് വരുന്നത് കേട്ടോ. അതവിടെ കറക്റ്റ് ചെയ്യാനുണ്ട്. 160 ആണ് വരുന്നത് കേട്ടോ. 160. പിന്നെ x1 x3 അല്ലേ. x1 x3 റൂട്ട് ഓഫ് സിഗ്മ x1 സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ x3 സ്ക്വയർ. x3 എന്ന് പറയുന്നത് ഇവിടെ 40 ആണ്. അത് കാരണം നമ്മളോട് 40 എഴുതി, അത് ശരിയായി 0.67. പിന്നെ R23 ചെയ്യുമ്പോൾ സിഗ്മ x2 x3 അല്ലേ. സിഗ്മ x2 x3 ഡിവൈഡഡ് ബൈ സിഗ്മ റൂട്ട് ഓഫ് സിഗ്മ x2 സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ x3 സ്ക്വയർ. അപ്പോൾ x2 സ്ക്വയർ എന്ന് പറയുന്നത് x2 എത്രയാണ്? 160 ആണ് വരിക. x2 എന്ന് പറയുന്നത് ഇവിടെ 160. പിന്നെ ഇത് എത്രയാണ് വരിക? റൂട്ട് x3 സ്ക്വയർ എന്ന് പറയുന്നത് 40 ആണ് വരിക കേട്ടോ.
അപ്പോൾ 60 ഡിവൈഡഡ് ബൈ റൂട്ട്, നമ്മളൊരു ഐറ്റം എഴുതാൻ വിട്ടുപോയി, അത് കാരണം കൊണ്ടാണ് ഈ മിസ്റ്റേക്ക് സംഭവിച്ചത്. അപ്പോൾ 60 ഡിവൈഡഡ് ബൈ √160 √40 ആണ് വരിക. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.75 ആണ് വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. R12 കിട്ടി, 13 കിട്ടി, 23 കിട്ടി കേട്ടോ. ഇനി അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഇനി അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം നമ്മളോട് എന്തൊക്കെയാണ് കാണാൻ പറഞ്ഞത്? പാർഷ്യൽ കോറിലേഷൻ കോയിഫിഷ്യൻ്റ് കാണാൻ പറഞ്ഞിരിക്കുന്നത് 31 to the base 2 ആണ് പറയുന്നത്. ആദ്യം പാർഷ്യൽ കോറിലേഷൻ കോയിഫിഷ്യൻ്റ്, പാർഷ്യൽ കോറിലേഷൻ കോയിഫിഷ്യൻ്റ് എന്നുള്ളതാണ് കാണേണ്ടത്. അത് കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് R31 to the base 2 ആണ് കാണേണ്ടത് കേട്ടോ. R31 to the base 2. അത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ഓർമ്മ ഉണ്ടോ? എന്താണ്, എങ്ങനെയാണ് ആദ്യം നമ്മൾ എഴുതേണ്ടത്? R31 to the base 2 എന്ന് പറയുമ്പോൾ അത് ഈസ് ഈക്വൽ ടു R31 അല്ലേ മൈനസ് R23 R21 അല്ലെങ്കിൽ 12 അങ്ങനെയായാലും മതി. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? R32 അല്ലെങ്കിൽ R32 എന്ന് എഴുതാം, പിന്നെ R12 എന്ന് എഴുതാം. അങ്ങോട്ട് ഇടും R എഴുതിയോണ്ട് കുഴപ്പമില്ല. ഡിവൈഡഡ് ബൈ പിന്നെ എന്താ എഴുതേണ്ടത്? √1 മൈനസ് R സ്ക്വയർ. 1 മൈനസ് R സ്ക്വയർ എന്ന് പറയുന്നത് 23, പിന്നെ 1 മൈനസ് R സ്ക്വയർ 1 മൈനസ് R സ്ക്വയർ 21 അല്ലെങ്കിൽ 12 എന്ന് എഴുതാം അല്ലേ. എന്നിട്ട് ഇതിൻ്റെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. R31 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ R31 അല്ലെങ്കിൽ 13 എത്രയും നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.67 ആണ് കിട്ടിയിരിക്കുന്നത്. 0.67 മൈനസ് R23 എന്ന് പറയുന്നത് 0.75 ഇൻറ്റു R12 അല്ലെങ്കിൽ 21 എന്ന് പറയുന്നത് 0.5 ഡിവൈഡഡ് ബൈ √1 മൈനസ് R സ്ക്വയർ 23 എന്ന് പറഞ്ഞാൽ 0.75 ഹോൾ സ്ക്വയർ. √1 മൈനസ് R സ്ക്വയർ 12 ഹോൾ സ്ക്വയർ, 12 അല്ലെങ്കിൽ 21 0.5 ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.515 ആണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. കാൽക്കുലേഷൻ നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്ത് കണ്ടുപിടിക്കുക കേട്ടോ. ഇതാണ് പാർഷ്യൽ കോറിലേഷൻ കോയിഫിഷ്യൻറ്റിൽ നമുക്ക് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് മൾട്ടിപ്പിൾ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് ഇനി നെക്സ്റ്റ് ആയിട്ട് കാണാനുള്ളതാണ് മൾട്ടിപ്പിൾ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ്. നെക്സ്റ്റ് മൾട്ടിപ്പിൾ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ്. മൾട്ടിപ്പിൾ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ്. അപ്പോൾ മൾട്ടിപ്പിൾ കോറിലേഷൻ കോയിഫിഷ്യൻറ്റിലാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ക്യാപിറ്റൽ ലെറ്റർ R ആണ് ഇത് കേട്ടോ. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ R എന്നിട്ട് R1 to the base 23 ഇതാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. R1 to the base 23 ആണ് നമ്മളോട് ഇവിടെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? എന്താണ് R സ്ക്വയർ 12 പിന്നെന്താണ് വരിക? √R സ്ക്വയർ 12 പ്ലസ് R സ്ക്വയർ 13 മൈനസ് 2 ഇൻറ്റു 2R. ഇനി അങ്ങനെ എല്ലാതും അങ്ങനെ എഴുതല്ലേ വേണ്ടേ? 2R 12 13 R23 ഡിവൈഡഡ് ബൈ എന്താ വേണ്ട? 1 മൈനസ് R സ്ക്വയർ 23. ഇങ്ങനെയാണ്
മൾട്ടിപ്പിൾ കോറിലേഷൻ കോയിഫിഷ്യൻറ്റിൽ R1 to the base 2 3 എന്ന് പറയുമ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടത്? R square 1 2 R square 1 3 മൈനസ് 2 ഇൻറ്റു R12 R13 R23 ഡിവൈഡഡ് ബൈ 1 മൈനസ് R square 2 3. എല്ലാ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ആദ്യം എന്ന് പറയുന്നത് എത്രയാണ്? 1 2 അല്ലേ? 1 2 നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? 0.5 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ റൂട്ട് ഓഫ് 0.5 ഹോൾ സ്ക്വയർ പ്ലസ് 1 3 എത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്? 1 3 0.67 0.67 ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു R12 12 എന്ന് പറഞ്ഞാൽ 0.5 ഇൻറ്റു R13 എന്ന് പറഞ്ഞാൽ 0.67 ഇൻറ്റു R23 എത്രയും പറയൂ? 23 എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത് 0.75 ഡിവൈഡഡ് ബൈ 1 മൈനസ് R സ്ക്വയർ 23 ആണ് പറയുന്നത്. 1 മൈനസ് 0.75 ഹോൾ സ്ക്വയർ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇങ്ങനെ ഇത് ചെയ്യുക. ഇത് നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത് വെച്ചെങ്കിൽ 0.67 ആണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. 0.67 ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. അപ്പം നമ്മൾ ഒരു കണക്കാണ് ഇപ്പോൾ ചെയ്തത്. പാർഷ്യൽ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ്. ഇനി നെക്സ്റ്റ് എനിക്കൊരു തിയറിയാണ് അടുത്ത് പറഞ്ഞു തരാനുള്ളത്. വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്പിൾ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ്? എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് നമുക്ക് മൾട്ടിപ്പിൾ കോറിലേഷൻ കോയിഫിഷ്യൻറ്റിൽ പറയാനുള്ളത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ മൾട്ടിപ്പിൾ കോറിലേഷൻ കോയിഫിഷ്യൻറ്റിൽ പറയാനുള്ളത് നമുക്കറിയാം. വാട്ട് ഈസ് മെൻ ബൈ മൾട്ടിപ്പിൾ കോറിലേഷൻ? In multiple correlation, one variable on one side or the other variable together on the other side, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പ്രോപ്പർട്ടി ശ്രദ്ധിക്കുക കേട്ടോ. മൾട്ടിപ്പിൾ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് മെഷേഴ്സ് ദി ക്ലോസ്നെസ് ഓഫ് ദി അസോസിയേഷൻ ബിറ്റ്വീൻ ദ ഒബ്സർവ്ഡ് വാല്യൂ ആൻഡ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എ വേരിയബിൾ ഒബ്റ്റെയിൻഡ് ഫ്രം ദി മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒബ്സർവ്ഡ് വാല്യൂവും നമ്മൾ ഒബ്സർവ് ചെയ്ത വാല്യൂ അതുപോലെ എക്സ്പെക്റ്റഡ് വാല്യൂവും എത്രയാണ് എന്നുള്ളത്, അത് എത്രത്തോളം ക്ലോസ്നെസ് ഉണ്ട് എന്നുള്ള കാര്യം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി, മൾട്ടിപ്പിൾ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് മെഷേഴ്സ് ദി ക്ലോസ്നെസ് ഓഫ് ദി അസോസിയേഷൻ ബിറ്റ്വീൻ ഒബ്സർവ്ഡ് വാല്യൂ ആൻഡ് എക്സ്പെക്റ്റഡ് വാല്യൂ. പിന്നെ മൾട്ടിപ്പിൾ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് വാല്യൂ ആൻഡ് എക്സ്പെക്റ്റഡ് വാല്യൂ വെൻ എക്സ്പെക്റ്റഡ് വാല്യൂ ആർ കാൽക്കുലേറ്റഡ് ഫ്രം എ ലീനിയർ റിലേഷൻ ഓഫ് ദി വേരിയബിൾ. അപ്പോൾ ബൈ ദി മെത്തേഡ് ഡിറ്റർമിൻ ബൈ ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് നോക്കിയിട്ടാണ് നമ്മളത് ഡിറ്റർമിൻ ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. പിന്നെ പ്രോപ്പർട്ടിയാണ് 0 ലെസ് ദാൻ R1 to the base 2 3 less than 1. മനസ്സിലാവുണ്ടാവില്ല, ഞാൻ എഴുതാം എന്നാലേ മനസ്സിലാവുള്ളൂ. അത് മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് 0 ലെസ് ദാൻ, പിന്നെ 0 ലെസ് ദാൻ R1 to the base 2 3 less than 1. അപ്പം ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ പറയുന്നത് 0 ലെസ് ദാൻ R1 to the base 2 3 less than 1. നെക്സ്റ്റ് പറയുന്നത് if R to the ഇപ്പം നെക്സ്റ്റ് പറയുന്നത് if R1 to the base 2 3 ഈസ് ഈക്വൽ ടു 1, അത് 1 ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1 ആണ് കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അസോസിയേഷൻ ഈസ് പെർഫെക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാം. പിന്നെ R1 to the base if R1 to the base 2 3 is equal to 0, 1 ആണ് വരുന്നത് വെച്ചെങ്കിൽ അത് പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞു. If R1 to the base 2 3 is equal to 0, then all total and partial correlation involving x1 are 0 and x1 is completely uncorrelated with all the other correlation ശരിക്കല്ല എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോൾ is equal to 1 ആണെങ്കിൽ പെർഫെക്റ്റ് ആണ്, 0 ആണെങ്കിൽ അൺകോറിലേറ്റഡ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതൊക്കെയാണ്
പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് അല്ലേ. അപ്പോൾ വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് കോറിലേഷൻ കോയിഫിഷ്യൻറ്റിലെ പ്രോപ്പർട്ടീസാണ് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഒന്ന് പറയാം, മൾട്ടിപ്പിൾ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് മെഷേഴ്സ് ദി ക്ലോസിനെസ് ഓഫ് ഒബ്സർവ്ഡ് വാല്യൂ ആൻഡ് എക്സ്പെക്റ്റഡ് വാല്യൂ. ഫസ്റ്റ് പോയിൻറ്റ്. സെക്കൻഡ് പോയിൻ്റ്, ഈ ക്ലോസ്നെസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ഏതിലൂടെയാണ്? മെത്തഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് മെഷർ ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് എന്താണ്? 0 ലെസ് ദാൻ R 1 2 3 ലെസ് ദാൻ 1. പിന്നെ if R 1 to the base 2 3 is equal to 1, it is perfect. If R 1 to the base 2 3 is equal to 0 ആണ് വരുന്നത് വെച്ചെങ്കിൽ അൺകോറിലേറ്റഡ്. ഇത്രയാണ് നമുക്കതിൻ്റെ പ്രോപ്പർട്ടീസായിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് എടുക്കാനുള്ള മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്നുള്ളൊരു ടോപ്പിക്കാണ് നമുക്ക് ഇനി നെക്സ്റ്റ് പറയാനുള്ളത്. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ മൾട്ടിപ്പിൾ റിഗ്രഷൻ, ഇൻ മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ്, ഇനി നമ്മൾ മൾട്ടിപ്പിൾ റിഗ്രഷൻ പറയുമ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? ശ്രദ്ധിക്കുക. അതിൽ മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ് അല്ലേ. ഇൻ മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ് ദർ ആർ 3 or more വേരിയബിൾ ആൻഡ് വി ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദി ഇഫക്റ്റ് ഓഫ് 2 or more ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഓൺ ഒന്ന് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ബാക്കിയെല്ലാം ഇൻഡിപെൻഡൻറ്റ്. 1 വേരിയബിൾ ഓൺ വൺ സൈഡ്, ഓൾ ദി അതർ വേരിയബിൾ ടുഗദർ ഓൺ ദി അതർ സൈഡ് അല്ലേ. അപ്പോൾ അതേമാതിരി തന്നെ ഇൻ മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ്, മൾട്ടിപ്പിൾ റിഗ്രഷൻ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ there are 3 or more വേരിയബിൾ, 3 or more, 3 മൂന്നിൽ കൂടുതലോ വേരിയബിൾസ് ഉണ്ടായിരിക്കും അല്ലേ. ആൻഡ് വി ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദി ഇഫക്റ്റ് ഓഫ് 2 or more ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഓൺ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും രണ്ടിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ്, അത് തമ്മിലുള്ള ഇഫക്റ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മളിതിലൂടെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ അത് കാണാനുള്ള ഇക്വേഷൻ എഴുതാം, എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ശ്രദ്ധിക്കുക, ഞാൻ സമവാക്യം എഴുതി തരാം കേട്ടോ. മൾട്ടിപ്പിൾ റിഗ്രഷൻ, മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്നുള്ളതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ള ടോപ്പിക്ക്. ശ്രദ്ധിക്കുക, നെക്സ്റ്റ് പറയുന്നത് മൾട്ടിപ്പിൾ റിഗ്രഷൻ ആണ് കേട്ടോ. അതിലാദ്യം നമുക്ക് എഴുതാനുള്ളത് ബി 1 to the base 3. ആദ്യം പറയുന്നത് ബി 1 to the base 3 എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 by സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2. എന്നിട്ട് നമ്മൾ ഇനി എങ്ങനെ എഴുതുന്നത് വെച്ചെങ്കിൽ അതിലെന്തൊക്കെ വാല്യൂസാണ് നമുക്ക് എഴുതാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ R12 മൈനസ് R13 R23 R13 R23. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. R13 R23 other divided by 1 minus R square 23 ആണ് വരിക. 1 മൈനസ് ആർ സ്ക്വയർ 23 ആണ് നമുക്ക് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് അടുത്തത് മൾട്ടിപ്പിൾ റിഗ്രഷൻ 1 2 to the base 3 എന്നുള്ളതിൻ്റെ മൾട്ടിപ്പിൾ റിഗ്രഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് അടുത്ത് എഴുതാനുള്ളത് ബി 21 to the base 3. 21 to the base 3 ആവുമ്പോൾ അതിനെ എങ്ങനെ എഴുതാൻ പറ്റുക? 21 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1. ആദ്യം എന്ത് എഴുതുക? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1. പിന്നെ ഇവിടെ എങ്ങനെ എഴുതേണ്ടത് പറയൂ? R12 മൈനസ് R23 R13 അല്ലേ, ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ സ്ക്വയർ എന്താ വരിക? 1 മൈനസ് ആർ സ്ക്വയർ എന്താണ് നമുക്കിവിടെ എഴുതേണ്ടത്? 1 മൈനസ് ആർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് 1 2 അല്ലേ. 1
12 അല്ല 1 3 ആണ് വരിക 1 മൈനസ് ആർ സ്ക്വയർ ഇവിടെ നമുക്ക് 3 അല്ലേ അല്ല നമ്മൾ ഇതിൻ്റെ ഏതാണ് 1 3 1 3 ആണ് 1 മൈനസ് ആർ സ്ക്വയർ വരിക 1 മൈനസ് ആർ സ്ക്വയർ 1 3 ഇനി നെക്സ്റ്റ് വൺ ഒരെണ്ണം കൂടി എഴുതാം ബി 31 ടു ദ ബേസ് 2 അപ്പോൾ നിങ്ങൾ കണക്കിലോട്ട് ഇതിലേക്ക് ഈ ഇക്വേഷൻ മുകളിൽ എഴുതിയ ഇക്വേഷൻ പ്രകാരം നോക്കിയിട്ട് മനസ്സിലാക്കി എഴുതുക അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 പിന്നെ ആർ എങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത് എന്ന് നിങ്ങൾ നോക്കുക R13 മൈനസ് R23 ആർ നമുക്ക് 23 അല്ലെങ്കിൽ 32 23 പിന്നെന്താ ഒരു R12 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ സ്ക്വയർ 1 2 ഇതാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ്റെ ഇക്വേഷൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചെങ്കിൽ B12 ടു ദ ബേസ് 3 എന്ന് പറഞ്ഞപ്പോൾ ആദ്യം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 പിന്നെ എന്ത് എഴുതി R12 ഇത് അതേമാതിരി എഴുതി പിന്നെ R13 R23 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ സ്ക്വയർ 23 ലാസ്റ്റ് ഉള്ളത്. B21 ടു ദ ബേസ് 3 എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 എന്നിട്ട് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം ആർ പറയൂ എങ്ങനെയൊക്കെ എഴുതേണ്ടത് ആർ എങ്ങനെ എഴുതേണ്ടത് R12 ഇത് അതേമാതിരി എഴുതി പിന്നെ R23 R13 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ സ്ക്വയർ 13 പിന്നെ B31 ടു ദ ബേസ് 2 അല്ലേ അപ്പോൾ B31 ടു ദ ബേസ് 2 എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 പിന്നെ R13 R32 R32 അല്ലെങ്കിൽ 23 പിന്നെ R12 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ സ്ക്വയർ 12 ഈ തരത്തിൽ ഇക്വേഷൻ എഴുതുക എന്നിട്ട് കണക്ക് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു കണക്ക് കൂടി ചെയ്യാം നോക്കുക. In a trivariate distribution, trivariate distribution എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത് എക്സ് ബാർ 1 ഈസ് ഈക്വൽ ടു 10 എക്സ് ബാർ 1 ഈസ് ഈക്വൽ ടു 10 എക്സ് ബാർ 2 ഈസ് ഈക്വൽ ടു 15 എക്സ് ബാർ 2 ഈസ് എക്സ് ബാർ 1 10 കോമൺ കേട്ടോ നേരത്തെ മാതിരി കണക്ക് തെറ്റണ്ട എക്സ് ബാർ 2 ഈസ് ഈക്വൽ ടു 15 എക്സ് ബാർ 3 ഈസ് ഈക്വൽ ടു 50 എക്സ് ബാർ 3 12 ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 എന്ന് പറയുന്നത് 3 നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 4 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 5 R23 is equal to 0.4 R31 is equal to 0.6 next R12 is equal to 0.7 determine the regression equation of the regression equation of x1 x2 x1 comma x2 and x3 ഇതാണ് നമ്മുടെ കണക്ക് അല്ലേ. ഇൻ എ ട്രൈവാരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത് ട്രൈവാരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എക്സ് ബാർ 1 ഈസ് ഈക്വൽ ടു 10 എക്സ് ബാർ 2 ഈസ് ഈക്വൽ ടു 15 എക്സ് ബാർ 3 ഈസ് ഈക്വൽ ടു 12 പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 എന്ന് പറഞ്ഞ 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 എന്ന് പറഞ്ഞ് 4 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 എന്ന് പറഞ്ഞിട്ട് 5ഉം തന്നിട്ടുണ്ട് കേട്ടോ. R23 0.24 R31 0.6 R12 എന്ന് പറയുന്നത് 0.7 ഡിറ്റർമിൻ ദ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് x1 x2 xn ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഓരോന്ന് കാണാം എന്തൊക്കെയാണ് കാണേണ്ടത് വെച്ചെങ്കിൽ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം ഇക്വേഷൻ സെറ്റ് ചെയ്യാം നോക്കാം.
ആദ്യം എന്ന് പറഞ്ഞാൽ B1 1 2 to the base 3. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് B1 2 to the base 3. ആദ്യം ചെയ്യാനുള്ളത് ശ്രദ്ധിക്കുക, B1 2 to the base 3 ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ നമുക്ക് വേണ്ടത് അതിൻ്റെ ഇക്വേഷൻ ആദ്യം നമുക്ക് എഴുതാം അല്ലേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2. പിന്നത്തെ എന്താ നമ്മുടെ ഇക്വേഷൻ R12 മൈനസ് R13 R23 അല്ലേ, ഡിവൈഡഡ് ബൈ 1 മൈനസ് R സ്ക്വയർ 23. ഇങ്ങനെയല്ലേ നമ്മൾ ഇക്വേഷൻ എഴുതിയത് R23, അങ്ങനെയല്ലേ എഴുതിയത്. അപ്പോൾ നമ്മൾ ഏത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇവിടെ 3 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ. അപ്പോൾ 3/4 ഡിവൈഡ് അങ്ങനെ എഴുതിയിട്ട് 0 അതൊക്കെ എനിക്ക് 1 2 എത്രയാണ് 1 2 എത്ര 0.7 ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 0.7 മൈനസ് 13 എത്രയും നോക്കൂ, 13 അല്ലെങ്കിൽ 31 0.6 ഇൻറ്റു പിന്നെ R13 കഴിഞ്ഞ് 23 പറഞ്ഞാൽ 0.4 ഡിവൈഡഡ് ബൈ 1 മൈനസ് 23 എത്രയാണ് 23 0.4 ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ വാല്യൂസ് നമ്മൾ കൊടുക്കാനുള്ളത് കേട്ടോ. അങ്ങനെ കൊടുക്കുക, വാല്യൂസ് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് അത് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.41 ആണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. അപ്പോൾ B1 2 to the base 3 നമ്മൾ ചെയ്തു. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് B13 to the base 2 ആണ് നമുക്ക് ചെയ്യേണ്ടത്. B13 to the base 2. നെക്സ്റ്റ് ചെയ്യേണ്ടത് B13 to the base 2 ആണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എന്താ നമ്മളത് എങ്ങനെയാ വെച്ചെങ്കിൽ നമ്മളിപ്പോൾ ഇതിൽ ഒരു ഇതായിട്ടാണ് കോമ്പിനേഷനായിട്ടാണ് ചെയ്യുന്നത്. 1 2 to the base 3യുടെ കോമ്പിനേഷനായിട്ട് വരുന്നതാണ് 1 3 to the base 2. ഇതാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചെങ്കിൽ പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് ഇതാണ് 1 3 to the base 2 എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോഴത്തെ ഇക്വേഷൻ നമുക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 അല്ലേ. എന്നിട്ട് R13 മൈനസ് R12 R23 ഡിവൈഡഡ് ബൈ 1 മൈനസ് R സ്ക്വയർ 32 അല്ലെങ്കിൽ ഇവിടെ അവിടെയും 32 എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ 23 എന്ന് എഴുതാം 32. ഇനി ഇതിൻ്റെ വാല്യൂസ് നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 എത്രയുണ്ടായിരുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 എന്ന് പറഞ്ഞാൽ 3/5 ഇനി 1 R13 എത്രയാ 13 ഇവിടെ നോക്കുക 0.6 മൈനസ് 1 2 എന്ന് പറഞ്ഞാൽ 0.7 ഇൻറ്റു 32 എന്ന് പറഞ്ഞാൽ 0.4 അത് ഡിവൈഡഡ് ബൈ 1 മൈനസ് R സ്ക്വയർ 32 എത്ര 23 32 0.4 ദി ഹോൾ സ്ക്വയർ 0.4 ദി ഹോൾ സ്ക്വയർ ആണ് വരിക. അപ്പോൾ എത്ര വന്നു 0.23. ഇത്രയാണ് അതിൻ്റെ വാല്യൂസ് വരിക കേട്ടോ. ആ കോമ്പിനേഷൻ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ എഴുതി തന്നിട്ടില്ല, അത് ഞാൻ വേണമെങ്കിൽ ഒന്ന് എഴുതി തരാം. നിങ്ങൾ കാണേണ്ടത് എങ്ങനെയാണ് വരുന്നത് വെച്ചെങ്കിൽ നമ്മൾ B12 to the base 3 ആണ് നമ്മൾ ചെയ്യുന്നത് വെച്ചെങ്കിൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ആൻഡ് B13 to the base 2 ചെയ്യണം കേട്ടോ. അതല്ലെങ്കിൽ B21 to the base 3 ആണ് നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് B23 to the base 1. പിന്നെ 3 കോമ്പിനേഷനാണ് വരുന്നത്. പിന്നെ B31 to the base 2 ആണ് നമ്മൾ ചെയ്യുന്നത് വെച്ചെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് B32 to the base 1. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിലത്തെ ഏതാണ് അപ്പോൾ അഡോപ്റ്റ് ചെയ്തത് ആദ്യത്തെ അല്ലേ. B12 to the base 3 ചെയ്തു, പിന്നെ B13 to the base 2 ചെയ്തു. അതിൻ്റെ രണ്ടിൻ്റെയും നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു അല്ലേ. ഇനി നമ്മൾ അതിൽ റിഗ്രഷൻ ഇക്വേഷൻ അതിൽ നിന്ന് സെറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതിൻ്റെ റിഗ്രഷൻ ഇക്വേഷൻ സെറ്റ് ചെയ്യാം, ശ്രദ്ധിക്കുക. അതിൻ്റെ റിഗ്രഷൻ ഇക്വേഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് ദി
regression equation നമുക്ക് ഇതിനെ എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. x1 x2 xn അതിൻ്റെയൊക്കെ വാല്യൂസ് നമുക്കിവിടെ എത്രയൊക്കെയാണ് ഓരോന്നിൻ്റെയും വാല്യൂസ് എന്നുള്ളത് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ വാല്യൂവിൻ്റെ സ്ഥാനത്ത് തന്നിരിക്കുന്ന വാല്യൂസ് എത്രയൊക്കെയാ വെച്ചെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഇക്വേഷൻ രൂപത്തിൽ അതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിവിടെ x1ഉം x2 ഒക്കെ എത്രയൊക്കെയാണ് തന്നിരിക്കുന്നത്. x1 എന്ന് പറഞ്ഞാൽ 10, x2 എന്ന് പറഞ്ഞാൽ 15, x3 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ തന്നിരിക്കുന്നത് 12. റിഗ്രഷൻ ഇക്വേഷൻ അപ്പോൾ നമ്മൾക്ക് ആദ്യം എഴുതാം, ഇക്വേഷനിൽ എഴുതാം ഏതൊക്കെയുള്ള x1 കണ്ടു, x1 ഉണ്ട്, പിന്നെ ഏതാണുള്ളത് x2, പിന്നെ x3 അങ്ങനെയല്ലേ നമുക്കുള്ളത്. x1 പിന്നെ ഓൺ x2 പിന്നെ ആൻഡ് x3 അല്ലേ. എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ വാല്യൂസ് ആണ്. ഈസ് x1 ഈസ് ഈക്വൽ ടു x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, b12 ടു ദ ബേസ് 3 x2 പ്ലസ് b13 ടു ദ ബേസ് 2 x3 ഇങ്ങനെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം എഴുതാം x1 ഈസ് ഈക്വൽ ടു ഇവിടെ b12 ടു ദ ബേസ് 3 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.41 ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. 0.41 എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. 0.41 x2 അല്ല, ഇതിൽ നമ്മൾ അത് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. b13 ടു ദ ബേസ് 2 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത് 0.23 ആണ് വരിക, x3 ആണ് വരിക കേട്ടോ. 0.23 x3 ആണ് വരുന്നത്. ആ വാല്യൂസ് നമ്മളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് മാത്രം. ഇവിടെ നമുക്ക് എന്ത് എഴുതാം, x1 ഈസ് ഈക്വൽ ടു x മൈനസ് എക്സ് ബാർ 1. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ x മൈനസ് 10 അല്ലേ. എക്സ് ബാർ 1 10 അല്ലേ നമുക്ക് തന്നിരിക്കുന്ന കണക്കിൽ. എക്സ് ബാർ 1 എന്ന് പറയുന്നത് 10 ആണ് തന്നിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് എക്സ് ബാർ 2 എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്, x2 ഈസ് ഈക്വൽ ടു x2 മൈനസ് എക്സ് ബാർ 2. അപ്പോൾ x2 മൈനസ് എക്സ് ബാർ 2 എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നിരിക്കുന്നത് 15 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 15 എക്സ് ബാർ 2 എന്ന് പറയുന്നത് 15 ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇവിടെ ഇക്വേഷനിൽ നിങ്ങൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് അടുത്ത് ചെയ്യേണ്ടത്. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ x1 മൈനസ് നമുക്കിവിടെ ചെയ്യാനുള്ളത് x1 മൈനസ് 10 സമം x1 മൈനസ് 10 ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് നമുക്കത് ചെയ്യേണ്ടത്, മൈനസ് 0.41 ഇൻറ്റു എത്രയാണ് നമുക്ക് x2 എന്ന് പറയുന്നത് എത്രയാണ്, x2 പറയുന്നത് 15. അപ്പോൾ x2 മൈനസ് 15 പ്ലസ് x3 എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത് 0.23 ഇൻറ്റു x3 മൈനസ് 12. ആ സ്ഥാനത്ത് നമുക്ക് എക്സ് ബാർ 1ഉം എക്സ് ബാർ 2 എക്സ് ബാർ 3 എത്രയാണ് തന്നിട്ടുണ്ട്. അതിൻ്റെ വാല്യൂസ് നമ്മൾ അവിടെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇത്ര മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൽ നിന്നൊരു ഇക്വേഷൻ അതിൻ്റെ വാല്യൂസ് കൊടുത്തിട്ട് നമ്മളൊരു ഇക്വേഷൻ പ്രകാരം ഇതിനെ സോൾവ് ചെയ്യണം. അപ്പോൾ x1 ഈസ് ഈക്വൽ ടു ഈ 10 ആ സൈഡിലോട്ട് പോകും അല്ലേ. അപ്പോൾ 10 പോകുമ്പോൾ 10 ഇനി 0.41 ഇൻറ്റു x2 പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും പ്ലസ് 0.41 x2 നമ്മളിത് ഇൻറ്റു ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുകയാണ്, ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എഴുതുക. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6.15 പ്ലസ് 0.23 x3 മൈനസ് 0.23 ഇൻറ്റു 12 പറഞ്ഞാൽ 2.76 കിട്ടും കേട്ടോ. അപ്പോൾ x1 ഈസ് ഈക്വൽ ടു ഇതിൽ നിന്ന് x1ൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കുക 0.41 x2 പ്ലസ് 0.23 x3 പ്ലസ് 1.09. അങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഞാൻ ചുരുക്കിയിട്ട് ഒന്നും കൂടിയും പറയാം. അപ്പം നമ്മളിതിൽ ആദ്യം എന്ത് ചെയ്യുക, നമ്മുടെ കോമ്പിനേഷൻ പറഞ്ഞു അല്ലേ, ആ കോമ്പിനേഷൻ പ്രകാരം നമ്മൾ ആദ്യം എന്ത് ചെയ്തു, b12 ടു ദ ബേസ് 3 ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, b13 ടു ദ ബേസ് 2 ചെയ്യണം.
അത് നമ്മൾ ചെയ്തു. അതിൻ്റെ വാല്യൂസ് നമുക്ക് രണ്ടെണ്ണത്തിൻ്റെയും വാല്യൂസ് കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് x1 x2 x3 അതിൻ്റെ വാല്യൂസ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് വാല്യൂസ് കൊടുത്തിട്ട് നമ്മൾ x1 ഈസ് ഈക്വൽ ടു 0.41 x2 എന്നും 0.23 x3 എന്നും നമുക്ക് കിട്ടി. എന്നിട്ട് നമ്മൾ x1 മൈനസ് 10 x⁻1 x⁻2 x⁻3 തന്നിട്ടുണ്ട് അല്ലേ. അതിൻ്റെ സ്ഥാനത്ത് ആ വാല്യൂസ് കൊടുത്തു. x⁻1ൻ്റെ വാല്യൂ x⁻1ൻ്റെ അവിടെ കൊടുത്തു, x⁻2ൻ്റെ കൊടുത്തു, x⁻3യുടെ കൊടുത്തു. എന്നിട്ട് അത് ഇൻഡ്യൂ ചെയ്തിട്ട് x1 ഈസ് ഈക്വൽ ടു എന്നുള്ളൊരു ഇക്വേഷൻ ആക്കിയിട്ട് എഴുതുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിലെന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. ശരി, ഓക്കെ.